ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം. ആളുകൾക്ക് തൗഹീദ് ലഭിക്കണം. ആളുകൾക്ക് തൗഹീദ് ലഭിക്കണം. ആളുകൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക്, ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണെന്ന് പറയുന്നതിലേക്ക്, നേർച്ച വഴിപാടുകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നതിലേക്ക്, ജാറങ്ങളിൽ പോയി അവിടെ സഹായം ചോദിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണം. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ ജനങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടണം, അല്ലാഹുവിന്റെ മുന്നിൽ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെ നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിക്കുക, സുന്നത്തിലേക്ക് അവരെ ക്ഷണിക്കുക, ബിദ്അത്തിൽ നിന്ന് ആളുകളെ നിങ്ങൾ തടുക്കുക. സലഫിയത്ത് മനസ്സിലാക്കിയ നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ദിക്റിന്റെ ഹൽഖകൾ കാണുന്നു. ഒരാൾ ഇരുന്നിട്ട് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 തവണ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നു, മാ അസ്റഅ ഹലകതികും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമേ, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ബിദ്അത്തിൽ നിന്ന് അദ്ദേഹം വിലക്കി. ഈ രൂപത്തിൽ നാം ബിദ്അത്തുകളിൽ നിന്ന് ആളുകളെ വിലക്കുക, അവർക്ക് അതിന്റെ മോശമായ പര്യവസാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് വഴികേടാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ നാം ശ്രമിക്കുക. അതല്ലാതെ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ അങ്ങാതിരിക്കുക എന്നതല്ല, മറിച്ച് നല്ല നിലയിൽ ആളുകൾക്ക് തൗഹീദ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക.